കരിമന്റെ പെണ്ണു പിഴച്ചു. അവൻ പോവാൻ കാത്തിരുന്നതായിരുന്നെന്ന് തോന്നുന്നു. പിഴച്ചവൾ. കവലയിലെ ചായക്കടയിൽ നേരം പുലർന്നതേ പരന്ന വാർത്തയാണിത്. അറിയാത്തവർക്കൊക്കെ ചൂട് ചായക്കൊപ്പം വിളമ്പുന്നുണ്ട് കേശവൻ നായർ ആ വാർത്ത. അല്ല നായരെ, പിഴച്ചത് തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? അവൻ പോയിട്ട് അധികം ആയില്ലല്ലോ. പെണ്ണിന്റെ വയറ് അവന്റെ ചോര ഉള്ളിലിട്ടായി വീർത്തു വരുന്നതെങ്കിലോ? ഒരു രാത്രി കൊച്ചുകൂരയിൽ നിന്ന് അരിവാളും കൊണ്ട് തനിക്ക് നേരെ ചീറി വന്നവളെ ഓർത്തുകൊണ്ട് ശങ്കരേട്ടൻ കേട്ട വാർത്ത വിശ്വസിക്കാൻ കഴിയാതെയിരുന്നു. കരിമൻ പോയിട്ട് മാസം 5 പെണ്ണിന്റെ വയറിന് 4 വലിപ്പേ ഉള്ളൂ. കേശവൻ നായർ വിടാൻ കൂട്ടില്ല. വയറിന്റെ വലിപ്പം വെച്ചങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുമോ നായരെ? പെണ്ണിനെ സംശയിക്കാൻ മടിച്ചു നിന്ന മാധവനും തൊട്ടാൽ പൊള്ളുന്ന പെണ്ണിന്റെ ഉശിരിനു മുൻപിൽ പകച്ചു പോയിട്ടുണ്ടായിരുന്നിരിക്കണം. ഒരു കൈ വീർത്തു വരുന്ന വയറിലും മറുകൈയിൽ അരിവാളുമായി നടന്നു വരുന്നുണ്ട് ചായക്കടയ്ക്ക് മുൻപിലൂടെ. പെണ്ണിന്റെ നോട്ടത്തിനു പോലും മൂർച്ചയാണ്. അതുവരെ പൊടിപ്പും തൊങ്ങലും വെച്ച് പരദൂഷണം പറഞ്ഞവരൊക്കെ നിശബ്ദരായി കരിമന്റെ പെണ്ണിനെ നോക്കിയിരുന്നു. വീർത്തുവരുന്ന വയർ തോർത്തുകൊണ്ട് മൂടി ആരെയും നോക്കാതെ തല ഉയർത്തിപ്പിടിച്ച് നടന്നു പോകുന്ന പെണ്ണ്. പാടത്ത് പണിക്ക് നിൽക്കുമ്പോഴും ഉണ്ടായിരുന്നു പരിഹാസത്തോടെയുള്ള നോട്ടങ്ങൾ. പെണ്ണുങ്ങളൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുമ്പോൾ ചെറുമത്തി മാത്രമായിരുന്നു പെണ്ണിനോടൽപ്പം അലിവ് കാണിച്ചത്. പൊരി വെയിലത്ത് വയറ് കാലിയാക്കി നിന്നവളെ നിർബന്ധപൂർവ്വം കൂട്ടിക്കൊണ്ടുപോയി കഞ്ഞിയും മുളകും ഒഴിച്ചു കൊടുത്തു. വയറ് നിറഞ്ഞപ്പോൾ അരുമയായി നോക്കിയവളോട് മുത്തിക്ക് വാത്സല്യം തോന്നി. കുത്തുവാക്കുകൾക്കും പരിഹാസങ്ങൾക്കും ഒന്നും ചെവി കൊടുക്കാതെ പെണ്ണ് പണിക്ക് പോയി വരും. മഴ പെയ്ത് ചോർന്നൊലിക്കുന്ന കൂരയിൽ തനിച്ചിരിക്കുമ്പോൾ ഇടയ്ക്കിടെ കണ്ണ് നിറയാറുണ്ടായിരുന്നു അവൾക്ക്. ഇടയ്ക്കിടെ വാതിലിൽ കേൾക്കുന്ന മുട്ടുകളോട് ഭയം തോന്നിയിരുന്നു ആദ്യം. പിന്നീട് തനിച്ചാണെന്ന ബോധ്യം വന്നപ്പോൾ ചങ്കുറപ്പോടെ വാതിൽ തുറന്നു. ഒരുത്തനും തൊടാൻ നിന്നുകൊടുക്കില്ലെന്ന ധാർഷ്ട്യത്തോടെ അരിവാൾ ആഞ്ഞു വീശി. അടുത്ത ഗ്രാമത്തിൽ പോയി വന്ന വാദ്യാർ നാരായണൻ പറഞ്ഞത് കേട്ടിരുന്നു കരിമൻ അവിടെ ഒരു പെണ്ണുമായി താമസം തുടങ്ങിയെന്ന്. വീർത്ത വയറുമായി നടന്നു പോന്നവളെ നോക്കി നാട്ടുകാർ ചിരിച്ചു. പെണ്ണിവിടെ പിഴച്ചു പ്രസവിക്കാൻ നിൽക്കുമ്പോൾ അങ്ങൊരുത്തൻ മറ്റൊരുത്തിക്കൊപ്പം ജീവിച്ചു തുടങ്ങിയെന്ന്. അത് കേട്ട് ഒരിക്കൽ പോലും കണ്ണു നിറഞ്ഞിട്ടില്ല, ഉള്ളു പൊള്ളിയിട്ടില്ല. കരിമൻ തിരിച്ചു വരാത്ത ദുഃഖമൊന്നുമല്ലാതെ മറ്റൊന്നും അവളെ അലട്ടിയിട്ടില്ല. രാത്രിയിൽ കണ്ണടഞ്ഞു പോകുന്നതുവരെ കാത്തിരിക്കുന്നത് പെണ്ണെ എന്ന് വിളിച്ചു വരുന്നവന്റെ വിളി കേൾക്കാനാണ്. കാലത്തുണരുന്നതും അത് പ്രതീക്ഷിച്ചു തന്നെയാണ്. പൊള്ളുന്ന വെയിലത്ത് നിന്ന് ഞാറ് നടുമ്പോൾ ഇടയ്ക്കിടെ ആയാസപ്പെട്ട് നടുനിവർന്ന് നോക്കാറുണ്ട്. നാടുകൾ താണ്ടി അവൻ തിരിച്ചു വരുന്നത്. എങ്ങനെയോ എന്തിലോ പെട്ടുപോയൊരു കഥയവൻ പറഞ്ഞു തരുന്നത്. നാട്ടിൽ പേമാരി വന്ന് വെള്ളം പൊങ്ങി കൃഷി നശിച്ച് പണിയില്ലാതെ പട്ടിണിയിലായപ്പോഴും അവൾ ആർക്കും വേണ്ടി പായ വിരിച്ചില്ല. വയറ്റുകണ്ണിയെ വെറുതെ വിടാൻ തയ്യാറാവാത്ത അപ്പോഴും ചിലർ ആ കുഞ്ഞു കൂരയ്ക്ക് വലം വെച്ച് നടന്നു. 8ാം മാസം കടന്നതും പെണ്ണിന് ആദ്യ കയറി തുടങ്ങി. ചെറുമുത്തി മാത്രമായിരുന്നു ഏക ആശ്വാസം. 8ാം മാസം പാതിയായപ്പോഴേക്കും വയറ്റിലെ അനക്കം നിലയ്ക്കുന്നതൊരു പേടിയോടെ അവൾ അറിഞ്ഞിരുന്നു. ചിലപ്പോൾ കുട്ടി അനങ്ങാതെ കിടന്ന് അമ്മയെ പേടിപ്പിക്കുന്നതും ചില പ്രസവങ്ങളിൽ പതിവാണെന്ന് പറഞ്ഞ് മുത്തി അവളെ ആശ്വസിപ്പിക്കും. എങ്കിലും ചലനമറിയാതെ ആ അമ്മ വയറിന് ആദിയായിരുന്നു. ഉള്ളിലുള്ളൊരാളും കൈവെടിഞ്ഞു എന്ന് തോന്നിത്തുടങ്ങിയത് മുതൽ പെണ്ണിനൊരു വെപ്രാളമാണ്. എങ്കിലും ഏതോ പ്രതീക്ഷയുടെ തണൽ പറ്റി അവൾ ഓരോ ദിവസവും തള്ളി നീക്കി. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും തകർത്തുകൊണ്ടൊരു ചാപിള്ള പുറത്തു വന്നു. അതിൽ പിന്നെ പെണ്ണ് മിണ്ടാറില്ലായിരുന്നു അത്രേ. ചൂട് കഞ്ഞി ഊതിയൂതി പ്ലാവിലയിൽ കോരിക്കൊടുക്കുമ്പോൾ മറുത്തൊന്നും പറയാതെ അവൾ വാ തുറന്നു കൊടുക്കും. പ്രസവരക്ഷയ്ക്ക് ചെറുമുത്തി കൊടുക്കുന്ന പച്ചമരുന്നുകളൊക്കെ പരാതിയില്ലാതെ കഴിക്കും. പിഴച്ചുപെട്ട പെണ്ണിന്റെ വിധിയെക്കുറിച്ച് പറഞ്ഞവരൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു. അപ്പോഴും അയൽ ഗ്രാമത്തിൽ പുതുപ്പെണ്ണിനൊപ്പം അന്തിയുറങ്ങുന്ന കരിമന്റെ കഥകൾ ആളുകൾ പല ഈണങ്ങളിൽ പാടിക്കൊണ്ടിരുന്നു. ചെറുമുത്തിയുടെ കൂരയിലേക്ക് വരാൻ കൂട്ടാക്കിയില്ലെങ്കിലും പെണ്ണൊരുത്തിക്ക് കൂട്ടിനായി എപ്പോഴും മുത്തിയുണ്ടായിരുന്നു. ഇരുട്ടിക്കഴിഞ്ഞാൽ വരുന്നവർക്ക് നേരെ അവൾ പിന്നെയും ചീറി. മരിച്ചുപോയ കുഞ്ഞിന് താരാട്ടുപാടി. കരിമനെ ഓർമ്മ വരുമ്പോഴൊക്കെ വരമ്പിന്റെ ഓരത്ത് അവനെയും കാത്തിരിക്കും. പിഴച്ചവൾ അങ്ങനെ ഭ്രാന്തിയുമായി. ഒരിക്കലൊരു പുലർച്ചെ കുത്തിയൊഴുകുന്ന കുറിഞ്ഞിപ്പുഴയുടെ കരയിൽ പെണ്ണ് ചത്തുമലച്ചു കിടന്നു. ഭ്രാന്തിയുടെ ഭ്രാന്തിന്റെ പരിമിത ഫലം എന്നൊരു കൂട്ടം പറഞ്ഞപ്പോൾ മറ്റൊരു കൂട്ടം പെണ്ണ് കുറ്റബോധം കാരണം ചാടിച്ചത്തതാണെന്ന് പറഞ്ഞു. ആ ദേഹം ഈ ഭൂമിയെ വിട്ടുപോകുമ്പോൾ അടർന്നു വീണ ചെറുമുത്തിയുടെ കണ്ണുനീർത്തുള്ളി മാത്രം അവളെ ഓർത്ത് വിലപിച്ചു. 2 നാളിനു ശേഷമാ ഗ്രാമം ഉണർന്നത്. പുഴക്കരയിലിരുന്ന് അലറിക്കരഞ്ഞ കരിമനെ കണ്ടായിരുന്നു. പെണ്ണിനെയും പെണ്ണുപെറ്റ കുഞ്ഞിനെയും കാണാൻ വന്ന കരിമൻ ഇരുവരുടെയും കുഴിമാടത്തിനരികിൽ തളർന്നിരുന്നു. നാടാക്കി പരന്ന കള്ളക്കഥകൾ ആ പുലർച്ചെ മറനീക്കി പുറത്തു വന്നു. പെണ്ണിന് വയറ്റിലുണ്ടെന്നറിഞ്ഞ സന്തോഷത്തിൽ പെണ്ണിന്റെ കൂട്ടരെ വിശേഷമറിയിക്കാൻ പോയിരുന്നതാണത്രേ കരിമൻ. അന്നാട്ടിലെ ധനികരായ ആ കുടുംബം
കരിമണി അറയിൽ പൂട്ടിയിട്ട് മാസങ്ങളോളമായി. പണിക്ക് വന്ന അടിയാളച്ചെറുക്കന്റെ കൂടെ ഇറങ്ങിപ്പോയ പെണ്ണിന് ആണൊരുത്തൻ ഇല്ലാതെയാകാൻ അവരവനെ കൊല്ലാതെ കൊന്നു. ഒടുവിലൊരു രാത്രി രക്ഷപ്പെട്ട് ഓടിയവൻ എത്തിയപ്പോഴേക്കും നേരമേറെ വൈകിയിരുന്നു. പിന്നെയുള്ള രാത്രികളിൽ ചെറുകുടിലിൽ നിന്നും പലരും താരാട്ട് കേൾക്കാറുണ്ടായിരുന്നു അത്രേ. പലരും ഇരുട്ടു വീണാൽ ആ വഴി വരാതെയായി. കരിമന്റെ പെണ്ണ് അവനെയും കുഞ്ഞിനെയും പാടി പാടി ഉറക്കിക്കൊണ്ടിരുന്നു. ഗ്രാമം അവരെ ഭയന്നുകൊണ്ടേയിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.